വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട്ടുവാടക നൽകുന്നതിന് തുക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6000 രൂപ നൽകും. സൗജന്യ വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് ഈ തുക ഉണ്ടാകില്ല. MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, 6000 രൂപ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു സർക്കാർ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ദുരിതബാധിതർക്ക് സ്ഥിരമായി പുനരധിവാസം ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി അവരെ മാറ്റിപ്പാർപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരുന്നു. ഇപ്പോൾ ഈ വാടക വീട്ടിന് സർക്കാർ നൽകുന്ന തുക സംബന്ധിച്ചാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. നിശ്ചിത തുക നിർണയിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവായി തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. വാടക വീട്ടിലേക്ക് മാറുന്ന ഓരോ കുടുംബത്തിനും പ്രതിമാസം 6000 രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങളുണ്ട്, ഇവർക്കും 6000 രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗജന്യമായി വീട് വിട്ടു നൽകാൻ സന്നദ്ധരായി പലരും വന്നിട്ടുണ്ട്. അത്തരത്തിൽ സൗജന്യമായി താമസ സൗകര്യം ഒരുക്കുന്ന കുടുംബങ്ങൾക്ക് തുക അനുവദിക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. ഒപ്പം ഈ പകുതിയോളം സ്പോൺസർഷിപ്പ് തുക നൽകാൻ സന്നദ്ധരായും ചില ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുടുംബങ്ങൾക്കും 6000 രൂപ പരമാവധി നൽകാമെന്ന് സർക്കാർ ഈ ഉത്തരവിലൂടെ പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ പണം വിനിയോഗിക്കുക. ഉന്മേഷ, ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.